പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് പ്രണയം നടിച്ച് യുവതിയിൽ നിന്നും 10 പവൻ സ്വർണം തട്ടിയെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷനീറാണ് പിടിയിലായത്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതാണ് പ്രതിയുടെ ഈ തട്ടിപ്പ് രീതി. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേർന്നത്. ദിൽഷ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? എന്താണ് ഇയാളുടെ തട്ടിപ്പ് രീതികൾ? പ്രണയം നടിച്ചിട്ടാണ് ഈ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് താമസിക്കുന്ന സ്ത്രീയിൽ നിന്നും 10 പവന്റെ സ്വർണം തട്ടിയെടുത്തിരിക്കുന്നത്. അതായത് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. പ്രണയം നടിച്ചുകൊണ്ട് യുവതിയുമായിട്ട് പരിചയത്തിലാവുകയും യുവതിയിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുകയുമായിരുന്നു. അതായത് കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകാം എന്ന് പറഞ്ഞിട്ട് ഈ യുവതിയിൽ നിന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നു. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. നേരിട്ട് പരിചയമോ അത് മേൽവിലാസം അറിയാത്ത, നേരിട്ട് പരിചയമില്ലാത്ത, കോൺടാക്ട് നമ്പർ പോലും ഇല്ലാത്ത ഒരാൾക്ക് യുവതി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ മാത്രമുള്ള പരിചയത്തിൽ വളയനാട് ദേവീക്ഷേത്രത്തിന് സമീപത്ത് വെച്ച വിജയദശമി ദിനത്തിൽ വളയനാട് ദേവീക്ഷേത്രത്തിന് സമീപത്ത് വെച്ചിട്ട് ഈ സ്വർണം കൈമാറുകയായിരുന്നു. സ്വർണം കൈക്കലാക്കിയ ശേഷം ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് അക്കൗണ്ട് ബ്ലോക്കാക്കുകയായിരുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ട് ബ്ലോക്കാക്കി ശേഷം ഇയാളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് യുവതിക്ക് തട്ടിപ്പ് മനസ്സിലായത്. ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി അറിയിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് കാസർഗോഡ് നീലേശ്വരം പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഈ ഷനീറിനെ പിടികൂടുന്നത്.